ഇതാണ് യഥാർത്ഥ ലക്ഷ്മീപുരം കൊട്ടാരം. എൻ്റെ നിന്റെയൊക്കെ പൂർവികര് ജനിച്ചു വീണത് ഇവിടെയാ. നമ്മളെന്താ ഇവിടെ ഒളിച്ചിരിക്കാൻ വന്നതാ? അല്ല, ഈ ഭദ്രകാളിയുടെ നടയിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടണം എന്ന് എൻ്റെ മനസ്സ് പറയും. കൊട്ടാരത്തിൽ നിന്ന് പിണ്ടം വെച്ച് പുറത്താക്കിയ ഒരു അച്ഛൻ്റെ മകനാണെങ്കിലും മുറപ്രകാരം ഞാനും ഒരു രാജകുമാരനല്ലേ. അതല്ലേ രാജകുമാരി കൂടെ പോന്നത്. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സകലകലാ വല്ലഭനായ അനുജൻ തിരുനാൾ മുതൽ വീരശൂര പരാക്രമിയായ മാനവേദവർമ്മ വരെ പള്ളി ഉറങ്ങിയ കൊട്ടാരമായി ഈ അരമനയില ഇന്ന് നമ്മുടെ ആദ്യ രാത്രി. എന്താ പേടി തോന്നുന്നുണ്ടോ? അതൊരു ത്രില്ലല്ലേ. വിനുവിന്റെ ഏത് ആഗ്രഹത്തിനും ഞാൻ കൂടെ ഉണ്ട്. മൺമറഞ്ഞു പോയ പിതാമഹന്മാരെ, ലക്ഷ്മീപുരം കൊട്ടാരത്തിലെ പരദേവതകളെയും സാക്ഷി നിർത്തി നാളെ നിന്നെ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്ന IPS കാരനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ നിമിഷം നിന്നെ ഞാൻ എന്റെ സ്വന്തമാക്കും. കണ്ടോ, ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. ഹലോ, യെസ്, ലക്ഷ്മീപുരം പാലസ്. അല്ലല്ല, ഞാൻ വലിയ പൂരാടൻ ചെറിയ കൊയ്ത്തമ്പുരാന്റെ ചെറിയ പൂരാടൻ വലിയ കൊയ്ത്തമ്പുരാന്റെ ഞാനൊരു കോയിത്തമ്പുരാന്റെ ഭാര്യ ശകുന്തള ദേവി. നിങ്ങളാരാ? ഹോസ്പിറ്റലിൽ നിന്നോ? ചേച്ചി രാവിലെ അങ്ങോട്ട് പോന്നല്ലോ. എങ്ങോട്ട്? വിനോദിന്റെ വീട്ടിലേക്ക് പോയിന്നോ? ഈശ്വര, വീണ്ടും വല്ല പോലീസ് കേസും ആയോ? ഇവളെന്താ പോലീസിന്റെയും പട്ടാളത്തിന്റെയും കാര്യമൊക്കെ പറയണേ? നിരീശ്വരവാദം പ്രസംഗിക്കാൻ പോയി ഏട്ടൻ തമ്പുരാന് വളർത്തുന്ന തല്ലി കിട്ടിയോ ഈശ്വര? അതെ, തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രഹാസം മുഴക്കി ചേച്ചി ഇപ്പുതേ വിനോദിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. ഏതായാലും കൊട്ടാരത്തിന് ശാപമോക്ഷം കിട്ടാൻ പോവുക. നമ്മുടെ അശ്വതിമൊക്കെ വിശേഷം ഉണ്ടെന്ന്. എന്ത് വിശേഷം? അവൻ അവളെ ഉപദ്രവിച്ചാണോ? അല്ലേ, ആരുപദ്രവിച്ചു? ഇങ്ങനൊരു ചൊറിഞ്ഞ പൂരാടം. മനുഷ്യ, നമ്മുടെ കൊട്ടാരത്തിൽ ഉണ്ണി പറക്കാൻ പോണൂന്ന്. നേരോ? അല്ല, കള്ളം ആണോ? അവൾ അവന്റെ ഭാര്യയായിട്ട് മാസം ഒന്നേ കഴിഞ്ഞുള്ളൂ. അങ്ങനെയാ ആമ്പിള്ളേര്. ഞാൻ ഈ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 12 നിങ്ങൾ ഇങ്ങനെ വെറ്റിലെ മുറുക്കിക്കൊണ്ടിരുന്നോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ? എന്റെ ഈശ്വര, എത്ര ഉരുളികളാ ഞാൻ കമഴ്ത്തിയത്. അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം ഉരുണ്ടുരുണ്ട് ഞാൻ ഉരുളി പോലെ ആയി. വെറുതെ ഉരുണ്ടാലും ഉരുളി കമിഴ്ത്തിയാലും ഒന്നും പോരാ. പിന്നെ എന്ത് ചെയ്യണം? കാവടിയും എടുത്ത് എന്റെ മോന്തയിലും ശൂലം കുത്തിക്കറ്റണോ? മോന്തയ്ക്കല്ല ശൂലം കുത്തിക്കറ്റേണ്ടത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. സത്യമാണോ കൊച്ചുണ്ടി നീ പറയുന്നത്? കൊട്ടാരത്തിന് പുതിയ കിരീടാവകാശം ഉണ്ടാവാൻ പോകുന്ന കാര്യം ഈ സൂപ്രണ്ട് കള്ളം പറയും. കൺഗ്രാറ്റുലേഷൻസ്. എന്തിന് ഹനിയ, അവസാനത്തിന്റെ പ്രയത്നം സഫലമായി അല്ലേ? അയ്യോ, പ്രയത്നിച്ചത് ഞാനല്ല, വിനോദാ. അയ്യേ, നീ ഇത്തരക്കാരിയാന്നോടി? അയ്യോ, എനിക്കല്ല, അശ്വതിമോൾക്ക് വിശേഷം. ആണോ? ആണാണോ പെണ്ണാണോ ഇപ്പൊ എങ്ങനെ അറിയാനാ? ഏതായാലും ഈ കൊട്ടാരത്തിൽ കുഞ്ഞിക്കാല് പിറക്കാൻ പോവുക. ഇതാണ് ഓരോരുത്തരുടെ തലയിലെഴുത്ത്. ഏതായാലും അവള് ഭാഗ്യവതിയാ. മിണ്ടരുത്, നീ പാക്കിയ ലക്ഷ്മിയല്ലേ. പറഞ്ഞിട്ട് എന്താ കാര്യം? സഹാറ മരുഭൂമി പോലെ അങ്ങ് നിൽക്കുമല്ലയോ? എങ്ങനെ നിക്കാതിരിക്കും? നാഴികയ്ക്ക് 40 വട്ടം ഈശ്വരനെ നിന്ദിച്ച് നടക്കണം. നിങ്ങൾക്ക് എങ്ങനെ സന്താന ഭാഗ്യം ഉണ്ടാവാനാ? അതിനെ ഈശ്വരാധീനം വേണം. പഞ്ചാരെ മണ്ണെണ്ണയെ സപ്ലൈ ചെയ്യുന്ന കൊച്ചുങ്ങളെ സപ്ലൈ ചെയ്യുന്ന റേഷൻ കടക്കാരനാണോ നിന്റെ ഈശ്വരൻ? മാർക്സും ഹെങ്കൽസും പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് അവരെ പരിചയമില്ല ഏട്ടാ. ഇല്ല, അവരെ പരിചയപ്പെടുത്തി തരാം. മതി. തമ്പുരാട്ടി എന്താ ഇന്ന് നേരത്തെ? ഏട്ടന്റെ ഉറ്റ സുഹൃത്തും വണ്ടിക്കകത്തുണ്ട് കേട്ടോ. ആര്? ഇറങ്ങു മോനെ. വാ മോനെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോ നീ ഈ കൊട്ടാരത്തിന്റെ അനന്തരാവകാശിയാണ്. ഈ കൊട്ടാരവും സകല സ്വത്തും ഹോസ്പിറ്റലും ഇനി നിനക്കും ഇവക്കും നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ കൊച്ചിരാമ? അതെ അതെ അതെ, ചേച്ചി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാ അല്ലേട്ടാ? നീ എന്താ കുട്ടിക്കൃഷ്ണൻ വിളിച്ചു നിൽക്കുന്നേ? സന്തോഷം കൊണ്ട് ഞാൻ ബോധം കെട്ടു പോകും തോന്നും ചേച്ചി.
അയ്യോ മോളങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇനി പ്രസവമാകുമ്പോഴത്തേക്കും ശരീരരക്ഷയൊക്കെ ചെയ്ത് വെടുക്കിയാക്കും അമ്മായി. മോൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? പിണക്കമൊക്കെ തീർന്നില്ലേ? എനിക്കാരോടും പിണക്കൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ കോഴിത്തമ്പുരാക്കന്മാരെ കുഞ്ഞ് നോട്ടം വിട്ടിട്ടുണ്ടെന്ന് നാട്ടിലൊക്കെ ഒരു സംസാരമുണ്ട്. അത് നിങ്ങൾ പാവങ്ങളാകട്ടോ, വേണേ കയ്യാകാലാ തല്ലി ഓടിച്ചോ, പക്ഷെ കൊല്ലരുത്. അതൊക്കെ വിനോദമോ മറന്നേ. എടോ കോന്ത സൂപ്രണ്ടേ, താൻ ആ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വയ്ക്കൂ. വാ മോനെ. എന്തോ തന്നെ അല്ലടോ. ഹനിയാ പാറ്റ വീണടാ. എവിടെ? നമ്മുടെ കഞ്ഞിയില്. അത് മൂടി വെക്കാത്ത എന്താ? അയ്യോ അയ്യോ അയ്യോ. എങ്ങനെയുണ്ട് നമ്മുടെ ബെഡ്റൂം? 7 സ്റ്റാർ ഹോട്ടൽ പോലുണ്ട്. പക്ഷേ എനിക്കിവിടെ കിടന്ന് ഉറക്കം വരും തോന്നില്ല. അതൊക്കെ ഞാൻ ഉറക്കിക്കൊള്ളാം. തൽക്കാലം സാറ് പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും. വെള്ളത്തിന് നല്ല അസല് തണുപ്പായിരിക്കും. ഹീറ്റർ ഓൺ ചെയ്താൽ മതി, ചൂടുവെള്ളത്തിൽ കുളിക്കാം. എനിക്കിപ്പോ വേണ്ടത് ചൂടുവെള്ളമല്ല. ദേ, അമ്മായിമാര്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ? എന്തു പറ്റി? പിന്നോ എന്റെ വയറ്റിലെന്തോ അനക്കം പോലെ. അനക്കോ? കുഞ്ഞനങ്ങുന്ന പോലെ. കുഞ്ഞോ? 2 മാസം തികയുന്നതിന് മുമ്പ് കുഞ്ഞിന് അനക്കം വെച്ച് തുടങ്ങിയെന്നു. ഇതാ 8 പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അമ്മ ചെയ്യാൻ പോയുള്ള കുഴപ്പം. ഇപ്പൊ വീണ്ടും അനങ്ങി. സത്യമായിട്ട് കുഞ്ഞ് അനങ്ങുന്നുണ്ട് വിനു. എനിക്ക് പേടിയാവുന്നു വിനു. ഞാനൊന്ന് നോക്കട്ടെ. കേക്കുന്നില്ലേ? പിന്നെ നിനക്കെന്താടി പെണ്ണെ വട്ടായോ? ഒരനക്കോ ഞാൻ കേൾക്കുന്നില്ല. എന്താ മോളെ, നീ ആരെ വിളിച്ചേ? ഇവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് അനങ്ങുന്നെന്ന്. ഈ 2-ാം മാസത്തിലോ? ഇതെന്താ ഗുസ്തി പിടിക്കാൻ പോന്നോ? അല്ല, അത് പിന്നെ ഞാൻ കുളിക്കാൻ കയറിയപ്പോഴല്ലേ ഇവളെ വിളിച്ചു പോയി കേട്ടത്. എന്നാ പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം അല്ലേ? അമ്മായി, ദേവിയാണ് സത്യം. ശരിക്കും എന്റെ വയറ്റിൽ കുഞ്ഞിന്റെ അനക്കമുണ്ട്. എന്റെ കുട്ടിയെ, നിനക്കിതെന്താ പറ്റിയേ? കുഞ്ഞിന്റെ അനക്കൊന്നും ആവാറായില്ല. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചേച്ചിയെ വിളിച്ച് ചെക്കപ്പ് ചെയ്യിക്കാം. ഇത് ശരിക്കും കുഞ്ഞിന്റെ അനക്കം തന്നെയാ. എനിക്ക് ഉറപ്പാ അമ്മായി. സന്തതി വിനോദിന്റെ അല്ലേ? 2-ാം മാസത്തിൽ തന്നെ കൈയും കാലും ഒക്കെ പൊക്കിന്ന് വരും. ദേ, ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ഭഗവതി, ഞാൻ എന്താ ഈ കേക്കണേ? നേരെ ശകുന്തളെ, വെറും അനക്കമല്ല, കുഞ്ഞു കിടന്ന് കരയോ. ഞാൻ കേട്ടു കരച്ചില്. മദ്യം ഒഴിച്ചേരുന്നോ ഫിറ്റാകുന്ന ഞാൻ ആദ്യം കാണുക. അതോ ഞാനറിയാതെ നീ ഓടിച്ചോ? കൊട്ടാര സൂപ്രണ്ട് കൊച്ചുണ്ട് ലൂട്ടി സമയത്ത് അടിക്കാറില്ല. അഥവാ അടിച്ചാലൊട്ട് ഫിറ്റ് ആവത്തുമില്ല. ഇന്നാ ഇതും കൂടി പിടി. അനന്തരവള പെണ്ണ് ഗർഭിണിയായതിന്റെ സന്തോഷം ഈ തിരുമുഖത്തെ കാണാനുണ്ട്. അതിന്റെ സന്തോഷത്തിൽ ഈ കൊച്ചുണ്ണി ഒരു കൊച്ചടിച്ചോട്ടാ, ഒരു സ്മാൾ. ഈ രാജാവ് പ്രജാവത്സലനാടാ. നീ അടിച്ചോ, പക്ഷെ അതെന്റെ സന്തോഷത്തിന് വേണ്ടി അല്ല, എന്റെ സങ്കടം തീർക്കാൻ. കല്യാണം കഴിഞ്ഞ് 25 വർഷമായി ഞാൻ കഷ്ടപ്പെടുന്ന എന്തിനാ? ഒരു കുഞ്ഞിക്കാല് കാണാൻ. ആ അധ്വാനമൊക്കെ കാറ്റിപ്പറത്തി ചുരുങ്ങിയ സമയം കൊണ്ടൊരു തെണ്ടിച്ചെറുക്കൻ കൊട്ടാരത്തിൽ കയറി ഗോൾ അടിച്ചില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റുമോ? തമ്പുരാൻ വിഷമിക്കണ്ട, അങ്ങക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. നമുക്ക് ആ തെണ്ടിച്ചെറുക്കനെ കൊണ്ട് നല്ല ഗോൾ അടിപ്പിക്കാം.